ടോക്സിക്. അങ്ങനെ ഗീതു മോഹൻദാസ് യഷ് ഒരു കമ്പനിയിൽ വരുന്ന ഒരു കൂട്ടുകെട്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കമ്പനി വലിയ വേറെ കമ്പനിയല്ല. ആ ഒരു ഇതിൽ വരുന്ന ടോക്സിക് ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതിന് മുമ്പ് വന്നപ്പോൾ കുൽസിത പ്രവർത്തികളൊക്കെ ഉണ്ടെന്ന്. ഇതിനകത്ത് അങ്ങനെയില്ല കേട്ടോ. ചെറിയൊരു പോയിന്റിലൊക്കെ കാണിക്കുന്നത്, എന്നാലും അങ്ങനെ വലിയ അധികമായിട്ടില്ല. അത്രയ്ക്കും എന്താ പറയുക, വിമർശനങ്ങൾ വരുന്ന രീതിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ടോക്സിക് ഇതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്ന് സുധീവ് നായറിനെ കാണിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഭാഗത്തിനകത്ത്. അപ്പം ടീച്ചറിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോലും മൂവിയിൽ അത്യാവശ്യം ഒരു പ്രാധാന്യമുള്ള റോളൊക്കെ കാണും. അല്ലെങ്കിൽ നായകൻ്റെ പുറകെ നിൽക്കുന്ന ആളായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാണെങ്കിൽ സുധീവുണ്ട് ഇതിനകത്ത്. ഞാൻ കണ്ടു, അദ്ദേഹത്തിനെ കണ്ടു. പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതൊരു ഇതിൻ്റെ പേര് പറയുന്ന ടോക്സിക് എന്ന് പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം കുറച്ചും കൂടി വയലൻസ്, അതിപ്പം എത്രത്തോളം ഈ മൂവിയിൽ വയലൻസ് ഉണ്ടെന്ന് ഇതിൻ്റെ ടീസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ആ ടീസറിൽ അത്രയും കാണിക്കുന്നുണ്ടെങ്കിൽ മൂവിയിൽ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം നല്ലതായിട്ട് വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നമ്മുടെ ഈ മാർക്കോ ഒക്കെ പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും വരില്ലായിരിക്കും, എന്നാലും എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയത് നല്ല വയലൻ്റ് ആയിട്ടുള്ള മൂവി ആയിരിക്കും ഈ ഇത് വരുന്നത്. കാര്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടീസർ കണ്ടാൽ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ കുറച്ചും കൂടെ പിന്നെ യഷ് 2 ലുക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ മോനാണോ, നമുക്ക് കഥ അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അച്ഛൻ മോനാണോ, അതോ ഇനിയിപ്പോൾ അനിയനാണോ, ഇനി കൊച്ചച്ഛനാണോ, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു ഷേവൊക്കെ ചെയ്തിട്ടുള്ളൊരു യഷും കൂടെ ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് ടീസറിൻ്റെ ലാസ്റ്റോടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ലുക്ക് വൈസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ലുക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യഷ് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെയൊക്കെ തന്നെ റോക്കി ബൈ ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ. അതുമാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ സുധീവിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും കാര്യം പറഞ്ഞാൽ നല്ല ലുക്കിലാണ്. ഒരു ക്യാരക്ടർ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ലുക്ക് വൈസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. പിന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഇതിനകത്ത് ഒരുപാട് CG ചെയ്തിട്ടുണ്ട്, ഒരുപാട് VFX വർക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഡ്രാമാറ്റിക്കലായി പോയോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇതൊരു സിനിമാറ്റിക്കലായിട്ട് വരേണ്ട ഒരു സാധനമാണ്. ഏതൊരു മൂവിയും നമ്മൾ സിനിമാറ്റിക്കായിട്ട് അതിൻ്റെ രീതിക്ക് വരണം. അപ്പോഴാണ് നമുക്കതൊരു ഇപ്പം ബാഹുബലി ആണെങ്കിലും അത് ലോജിക്കലി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അത് സിനിമാറ്റിക്കായിട്ട് അതിൻ്റെ രീതിക്ക് അവർ പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ആ ഒരു VFX എല്ലാം സെറ്റായി വന്നപ്പോഴാണ് നമുക്കത് വിശ്വസനീയമായിട്ട് തോന്നി, അല്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചത്. അങ്ങനെയാണല്ലോ നമ്മൾ സെക്കൻഡ് പാർട്ടിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡ്രാമാറ്റിക്കലായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം അതിന് പെർഫെക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം പറയും ഈ ഒരു ഇൻഡസ്ട്രിയെ വെച്ച് വലിയ ഇൻഡസ്ട്രിയെ കമ്പയർ ചെയ്തിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ജോൺ വിക്ക് മൂവീസൊക്കെ നോക്കുവാണെങ്കിൽ എത്രയോ ആളുകളെയാണ് അതൊരു ഇച്ചിരി വയലൻ്റ് ആയിട്ടൊരു മൂവിയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഓരോ കില്ലും നമുക്ക് വിശ്വസനീയമാണ്. അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേന് ചുമ്മാ കൊല്ലുക എന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം വരുന്ന മൂവീസ് എല്ലാം വയലൻസിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് ഇപ്പം വരുന്നതിൽ. ഇപ്പം ആനിമൽ മുതലാണ് ഈ ഒരു ട്രെൻഡ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സൈഡിൽ ആ ഒരു നോർത്ത് സൈഡിൽ പിന്നെ വരുന്നത് മുഴുവൻ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള മൂവീസാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ദുരന്തറാണെങ്കിൽ പോലും അതിനകത്തും വയലൻസ് ഉണ്ട്. പക്ഷേ അതൊരു വേറൊരു ജേണലാണ്, എന്നാലും അതിനകത്തൊരു വയലൻസ് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഇങ്ങനെ വയലൻ്റായിട്ട് വരുന്ന മൂവീസ് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും വരുന്ന ഡയറക്ടേഴ്സും വീണ്ടും വരുന്ന ആർട്ടിസ്റ്റുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത്രയും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ടീസറിനകത്ത് നന്നായിട്ട് തന്നെ വയലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യഷ് 2 ലുക്കിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും സിനിമാറ്റോഗ്രഫി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടീസറിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഗ്രാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ തന്നെയാണ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡ്രാമാറ്റിക്കലായി ഈ പടം വരുമ്പോഴത്തേനും കുറച്ച് ഡ്രാമാറ്റിക്കലായി പോകുന്നൊരു സംശയമുണ്ട്. ഒരു പക്കാ മൂവി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ടേ കുറച്ചൊക്കെ ട്രോള് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്ക് മാറുമോ എന്നൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ് കേട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യം. അപ്പം നിങ്ങൾ ടീസർ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.